ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പം വീഡിയോ ആദ്യം പറയാം. എൻ്റെ വീഡിയോയിൽ വരുന്ന കമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഇതിനകത്ത് കുറച്ച് അല്ലാതെ ഉള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അവർക്ക് വേറെ ഒരു ടൈപ്സ് വീഡിയോ അല്ലെങ്കിൽ കമൻസിൽ അവരുടെ റിപ്ലൈ പോലെ അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ നോർമലി ഇപ്പോൾ ഒരു ബ്യൂട്ടി ടിപ്സ് എന്നുള്ളതിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഹെൽത്ത് ടിപ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഞാൻ ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് ഇടുന്നത്. അത് ഞാൻ ആദ്യം പറയുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യുന്നതോടൊപ്പം സൺ ടാൻ, അതുപോലെ പിഗ്മെന്റേഷൻ, ബ്ലാക്ക് സ്പോട്ട് ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് നല്ലൊരു അലോവേര ഫേസ് പാക്ക് തയ്യാറാക്കാവുന്ന ഒരു റെമഡി. അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അതിശയം തോന്നുന്ന ഒരു നല്ലൊരു ഫേസ് മാസ്ക് ആണ് അലോവേരയുടെ ഫേസ് മാസ്ക്. അത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 ടേബിൾ ടീസ്പൂൺ അലോവേര ജെൽ, അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ ആവശ്യമായിട്ടുള്ള എത്രയാണോ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് രാവിലെയും വൈകുന്നേരവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ്. അതിന് ഞാൻ 4 സ്പൂണിന്റെ തന്നെ അളവ് പറയാം. കാര്യം നമുക്ക് ഡെയിലി 2 തവണ ചെയ്യാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ 4 ടീസ്പൂൺ അലോവേര ജെൽ, അതും കറ്റാർവാഴയുടെ പ്യുവർ അലോവേര ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അലോവേര ജെല്ല് 4 ടീസ്പൂൺ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടിയും നമ്മുടെ കറ്റാർവാഴ ജെല്ലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം റോസ് വാട്ടർ, അതിലേക്ക് റോസ് വാട്ടർ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണോളം റോസ് വാട്ടർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് 1/2 പോർഷൻ ലൈം, നാരങ്ങയുടെ നീര്. അപ്പോൾ 1/2 പോർഷൻ നാരങ്ങ നീര് എത്രയാണോ വരുന്നത്, ചിലപ്പോൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഒക്കെ വരും. എന്നാലും നമ്മൾ 4 ടീസ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു റെമഡി അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നാരങ്ങ നീരിന്റെ ഇരട്ടി മറ്റെന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് വരുമ്പോൾ ലൈമിന്റെ ഡബിൾ ആയിട്ട് വരണം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ അലോവേര ജെല്ല്, 1 ടീസ്പൂൺ റോസ് വാട്ടർ, ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഡബിൾ ആകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേറെ ഒന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അലോവേര ജെല്ലും ലൈമും മാത്രമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ലൈമിന് 2 ടീസ്പൂൺ അലോവേര ജെൽ, അങ്ങനെ നമുക്ക് 1:2 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ലൈമിനെക്കാട്ടിലും ഇരട്ടി നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അലോവേര ജെല്ല് 4 ടീസ്പൂൺ അലോവേര ജെല്ല്, 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, അതുപോലെ ലൈം 1/2 പോർഷൻ ലൈം. അത് എത്രയാണ് വരുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും 4 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളുടെ ഫേസ് മാസ്ക്, കൂടുതൽ കാര്യം അലോവേര ജെല്ല് നിങ്ങൾക്കറിയാം വേറൊരു ടൈപ്പാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടെക്സ്ചർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈകൊണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ബ്രഷ്, നമുക്ക് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ, കുറച്ച് പഴയതാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 2-3 തവണ അതൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. കാര്യം ഇത് ഞാൻ പറഞ്ഞു, സൺ ടാൻ മാറുന്നതിന്, അതുപോലെ ബ്ലാക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, അതുപോലെ പോർസ്, നമ്മൾക്ക് മുഖത്ത് കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഴികളൊക്കെ പൂർണ്ണമായിട്ടും അടയുമെന്നല്ല ഞാൻ പറയുന്നത്, കുഴികളൊക്കെ ജസ്റ്റ് ഒന്ന് മങ്ങാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇത് നമുക്ക് കണ്ണിന് താഴെ വേണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. കണ്ണിന് താഴെ അപ്ലൈ ചെയ്യുമ്പോൾ ലൈമിന്റെ അളവ് കുറയ്ക്കുക. ബാക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. അലോവേര ജെല്ല് പിന്നെ കണ്ണിന് താഴെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ, കാര്യം ലൈം നമ്മൾ അധികം കണ്ണിന് താഴെ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ടിപ്സാണ്. നമുക്ക് സൺ ടാൻ മാറുന്നതിനോടൊപ്പം പിഗ്മെന്റേഷൻ, ബ്ലാക്ക് സ്പോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡാർക്ക് സർക്കിൾ
കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ ഫേസിൽ ഇതിൽ മുക്കിയിട്ട് നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ മുഖത്ത് വെക്കുക. മുഖത്ത് വെച്ചതിന് ശേഷം ഈ ഒരു മാസ്ക് വീണ്ടും ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ കൂടി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടും. കുറച്ചും കൂടി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെറ്റർ, ഇങ്ങനെ ടിഷ്യൂ വെക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബ്രഷ് ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. ഒപ്പം ആദ്യം ഞാനൊന്ന് പറയാം, ഫസ്റ്റ് നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർക്കുലർ മോഷനിൽ നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്യുക. നന്നായിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ടിഷ്യൂ വെക്കുന്നെങ്കിൽ ടിഷ്യൂ വെക്കാവൂ. ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് പേര് ഓരോന്നും ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ലൈമൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിന് ആസിഡിന്റെ കുറച്ച് അസിഡിറ്റി ഉള്ള ഒരു ആസിഡിന്റെ ഇതുള്ളത് കൊണ്ട് അത് ദോഷം ചെയ്യും. നമുക്കത് വേറൊരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് അധികം നമ്മൾ വെക്കാതെ ഒരു ദിവസം ഓക്കെ, അപ്പോൾ രാവിലെ എടുത്തിട്ട് വൈകിട്ടും കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്. അല്ലാതെ നെക്സ്റ്റ് ഡേ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതങ്ങ് മാറും. കഴിവതും നമ്മൾ ഒറ്റ യൂസിനുള്ള കാര്യങ്ങൾ ആദ്യം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിലാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഏത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, എൻ്റെ ചാനൽ ഉണ്ടാകും. എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.